എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഗ്രാൻഡ് സ്ലാം കിരീടം ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 പ്രധാനപ്പെട്ട ടെന്നീസ് ടൂർണമെന്റുകളെയാണ് ഗ്രാൻഡ് സ്ലാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 പ്രധാനപ്പെട്ട ടെന്നീസ് ടൂർണമെന്റുകൾ എന്ന് പറയുമ്പം ഒന്ന് ഓസ്ട്രേലിയൻ ഓപ്പൺ, 2 ഫ്രഞ്ച് ഓപ്പൺ, 3 വിംബിൾഡൺ, 4 US ഓപ്പൺ എന്നിങ്ങനെയുള്ള 4 ടെന്നീസ് ടൂർണമെന്റുകളെയാണ് ഗ്രാൻഡ് സ്ലാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാൻഡ് സ്ലാം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ കീറൻ. ഇദ്ദേഹമാണ് 1933 ഗ്രാൻഡ് സ്ലാം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഇവിടെ 4 ടെന്നീസ് ടൂർണമെന്റുകളെയാണ് ഗ്രാൻഡ് സ്ലാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കലണ്ടർ ഗ്രാൻഡ് സ്ലാം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു വർഷം, ഇപ്പം ഉദാഹരണത്തിന് 2026, ഈ 2026 എന്ന വർഷത്തിൽ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും US ഓപ്പണും എന്നിങ്ങനെയുള്ള 4 ടൂർണമെന്റുകളിൽ നിന്ന് കിരീടം നേടിക്കഴിഞ്ഞാൽ അതിനെ കലണ്ടർ ഗ്രാൻഡ് സ്ലാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നു. കലണ്ടർ ഗ്രാൻഡ് സ്ലാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഉദാഹരണത്തിന് 2026 കാര്യം എടുക്കുമ്പോൾ തന്നെ 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ എന്നിങ്ങനെയുള്ള 4 ടൂർണമെന്റുകളിൽ കിരീടം നേടിക്കഴിഞ്ഞാൽ അതിനെയാണ് കലണ്ടർ ഗ്രാൻഡ് സ്ലാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ കരിയർ ഗ്രാൻഡ് സ്ലാം ഉണ്ട്. കരിയർ ഗ്രാൻഡ് സ്ലാം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് വിവിധ വർഷങ്ങളിൽ നിന്ന് ഈ 4 കിരീടങ്ങൾ നേടിയാൽ അതിനെയാണ് കരിയർ ഗ്രാൻഡ് സ്ലാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് ആദ്യമേ തന്നെ പഠിച്ചു വയ്ക്കണം. 4 മത്സരങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ഒരു വർഷത്തിൻ്റെ ജനുവരി മാസത്തിലാണ് നടക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ആ ഒരു മത്സരം നടക്കുന്നത്. പിന്നെ ഫ്രഞ്ച് ഓപ്പൺ മെയ് ജൂൺ മാസം ആ ഒരു ഇത് കണക്കാക്കിയാണ് ഫ്രഞ്ച് ഓപ്പൺ മത്സരങ്ങൾ നടക്കുന്നത്. പിന്നെ വിംബിൾഡൺ എന്ന് പറയുമ്പോൾ അത് ജൂൺ ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്, ആ ഒരു കാലഘട്ടം. പിന്നെ അതുപോലെ തന്നെ US ഓപ്പണിൻ്റെ മത്സരം എന്ന് പറയുമ്പം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് നടക്കുന്നത്. ഈ ഒരു ഓർഡർ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളണം. ഏകദേശം ജനുവരി മാസത്തിലാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ മത്സരം നടക്കുന്നത്. പിന്നെ മെയ് ജൂൺ മാസത്തിലൊക്കെ ആയിട്ടാണ് ഫ്രഞ്ച് ഓപ്പൺ മത്സരം നടക്കുന്നത്. ജൂൺ ജൂലൈ മാസത്തിലായിട്ടാണ് വിംബിൾഡൺ മത്സരം നടക്കുന്നത്. പിന്നെ US ഓപ്പൺ മത്സരം നടക്കുന്നത് എപ്പോഴാണ്? ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് US ഓപ്പൺ മത്സരം നടക്കുന്നത്. ഇത് ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ അടിസ്ഥാനമായിട്ട് പഠിച്ചു വച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയികളെ പറ്റി നോക്കാം. 2026 പുരുഷ സിംഗിൾസ് ഇത് ജയിച്ചത് കാർലോസ് അൽക്കാരസ് എന്ന വ്യക്തിയാണ് 2026 പുരുഷ സിംഗിൾസ് വിജയിച്ചത്. ഇദ്ദേഹത്തിൻ്റെ രാജ്യം സ്പെയിൻ. സ്പെയിൻ. 2026 ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെ പുരുഷ സിംഗിൾസ് വിജയിച്ചത് കാർലോസ് അൽക്കാരസ്. ഇദ്ദേഹത്തിൻ്റെ രാജ്യം സ്പെയിനാണ്. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളണം. ഈ സംഭവം കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ വർഷം എന്ന് പറയുമ്പോൾ പറയില്ല, 2026 ഇപ്പോഴത്തെ വർഷം. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് 2026 കാര്യം. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് വിജയിച്ചത് കാർലോസ് അൽക്കാരസ് ആണ്. അദ്ദേഹത്തിൻ്റെ രാജ്യം എവിടെയാണ്? സ്പെയിനാണ്. പിന്നെ ഇതിലെ റണ്ണറപ്പ് അതും കൂടെ പഠിച്ചു വെച്ചിരിക്കണം. റണ്ണറപ്പ് നോവാക് ജോക്കോവിച്ച് അദ്ദേഹമാണ് ഇതിൻ്റെ റണ്ണറപ്പായിട്ടുള്ളത്. പിന്നെ നോവാക് ജോക്കോവിച്ച് ഇദ്ദേഹത്തിൻ്റെ രാജ്യം സെർബിയ.
സെർബിയ ഇദ്ദേഹത്തിൻ്റെ രാജ്യമാണ്. കാർലോസ് അൽക്കാരസ് സ്പെയിൻ ആണെന്ന് സ്പെഷ്യലായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ സെർബിയ എന്നുള്ള കാര്യം ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഈ രണ്ടും ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളണം. കാർലോസ് അൽക്കാരസ് വിജയിച്ചു. ഇതിൻ്റെ റണ്ണറപ്പാണ് നോവാക് ജോക്കോവിച്ച്. ഇദ്ദേഹത്തിൻ്റെ രാജ്യം എവിടെയാണ്? സെർബിയ. പുരുഷ സിംഗിൾസിൻ്റെ കാര്യം പറഞ്ഞു എങ്കിൽ വനിതാ സിംഗിൾസിൻ്റെ കാര്യം പഠിച്ചു വെച്ചേക്കണം. വനിതാ സിംഗിൾസ് വിജയി എലീന റൈബാക്കിന. ഇവരാണ് 2026 വനിതാ സിംഗിൾസിൽ വിജയിച്ചത്. എലീന റൈബാക്കിന ഇവരുടെ രാജ്യം കസാഖിസ്ഥാനാണ് എലീന റൈബാക്കിനയുടെ രാജ്യം. ഇവിടെ വനിതാ സിംഗിൾസിന്റെ കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചേക്കണം. വനിതാ സിംഗിൾസിൽ റണ്ണറപ്പായി എത്തിയത് ആര്യാന സബലെങ്ക. റണ്ണറപ്പാണ് അരീന സബലെങ്ക. ഇവരുടെ രാജ്യം ബെലാറസ് ആണ് അരീന സബലെങ്കയുടെ രാജ്യം. ഇവിടെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺസിൻ്റെ പുരുഷ സിംഗിൾസിൻ്റെ വിജയി കാർലോസ് അൽക്കാരസ്. ഇദ്ദേഹത്തിൻ്റെ രാജ്യം സ്പെയിന്. പിന്നെ ഇതിൻ്റെ ഈ ഒരു മത്സരത്തിലെ റണ്ണറപ്പായി ഉണ്ടായിരുന്നത് നോവാക് ജോക്കോവിച്ച് ആണ്. നോവാക് ജോക്കോവിച്ചിൻ്റെ രാജ്യം ഏതാണ്? സെർബിയ. ഞാൻ പറഞ്ഞു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് ഇത് ചുവപ്പ് പൂശി പേരുണ്ട് അടയാളപ്പെടുത്തി വെച്ചോളാം. പിന്നെ പറഞ്ഞു 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് അതിൽ വിജയിച്ചത് എലീന റൈബാക്കിന. ഇവരുടെ രാജ്യം കസാഖിസ്ഥാനാണ്. പിന്നെ ഇതിലെ റണ്ണറപ്പ് ആയിരുന്നത് അരീന സബലെങ്കയുടെ രാജ്യം ബെലാറസ്. ഇനി അടുത്തത് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിലെ വിജയികളെ പറ്റി നോക്കാം. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ ഇതിലെ പുരുഷ ഡബിൾസ്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിന്റെ വിജയി ക്രിസ്റ്റ്യൻ ഹാരിസൺ. ഇദ്ദേഹത്തിന്റെ രാജ്യം അമേരിക്ക. ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് നീൽ സ്കുബ്സ്കി. ഇദ്ദേഹം UK നിന്നുള്ള വ്യക്തിയാണ്. UK. ഇവിടെ ക്രിസ്റ്റ്യൻ ഹാരിസൺ അതേപോലെ തന്നെ നീൽ സ്കുബ്സ്കി ഇവർ രണ്ടുപേർക്കുമാണ് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻ ഡബിൾസ് വിജയികൾ. UK ആണ് നീൽ സ്കുബ്സ്കി, എന്നാൽ അമേരിക്കയാണ് ക്രിസ്റ്റ്യൻ ഹാരിസൺ. ഇവിടെ പുരുഷ ഡബിൾസിന്റെ കാര്യം പറഞ്ഞു എങ്കിൽ വനിതാ ഡബിൾസ് എന്താണെന്ന് നോക്കാം. വനിതാ ഡബിൾസിന്റെ വിജയി എലീസ് മെർട്ടൻസ് അതുപോലെ തന്നെ ഴാങ് ഷുവായ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും ചൈനയാണ് ഴാങ് ഷുവായ് ഇവരുടെ ഈ ഒരു രാജ്യം. പിന്നെ എലീസ് മെർട്ടൻസ് ഇവരുടെ രാജ്യം എന്ന് പറയുമ്പം ബെൽജിയം. ഇവിടെ രാജ്യങ്ങളുടെ കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളണം. രാജ്യങ്ങൾ പഠിക്കാൻ പറയണതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്താണ് രാജ്യങ്ങളെ പറ്റിയൊക്കെ ചോദിക്കാൻ കൂടുതൽ സാധ്യത ഉള്ളത്. അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് വൈസ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2026 പുരുഷ ഡബിൾസ് വിജയി ആര് എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ വരുള്ളൂ. പക്ഷേ അതിന്ന് കുറച്ചും കൂടെ ഘടിപ്പിച്ച് ചോദിക്കുന്ന സമയത്താണ് അമേരിക്ക, UK, പിന്നെ അതുപോലെ തന്നെ ബെൽജിയം, ചൈന എന്നുള്ള കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് പഠിച്ചു വയ്ക്കുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ പഠിച്ചു വെച്ചോളാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസ് അതിൻ്റെ കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. മിക്സഡ് ഡബിൾസ് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസ് അതിൻ്റെ കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചോളാം. ഇതിലെ വിജയികൾ എന്ന് പറയുമ്പം ഒലിവിയ ഗഡക്കി
അതേപോലെ തന്നെ ജോൺ പീഴ്സ്, ജോൺ JOH, ജോൺ പീഴ്സ് PEERS, ജോൺ പീഴ്സ്. ഇവർക്ക് രണ്ടുപേർക്കാണ് മിക്സഡ് ഡബിൾസിൽ കിരീടം കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇതോടുകൂടി തന്നെ 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയികളുടെ കാര്യം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് വിജയിച്ചത് കാർലോസ് അൽക്കാരസിന്റെ രാജ്യം സ്പെയിനാണ്. എന്നാൽ ആ സമയത്ത് റണ്ണറപ്പായി ഉണ്ടായിരുന്നത് നൊവാക് ജോക്കോവിച്ച് ആണ്. നൊവാക് ജോക്കോവിച്ചിന്റെ രാജ്യം സെർബിയ. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് വിജയി എലീന റൈബാക്കിനയുടെ രാജ്യം കസാക്കിസ്ഥാൻ. വനിതാ സിംഗിൾസിന്റെ റണ്ണറപ്പായി ഉണ്ടായിരുന്നത് അരീന സബലേങ്കയുടെ രാജ്യം ബെലാറസ്. പിന്നെ പറഞ്ഞത് പുരുഷ ഡബിൾസിന്റെ കാര്യം പറഞ്ഞു. ക്രിസ്ത്യൻ ഹാരിസണും അതുപോലെ തന്നെ നെയിൽ സ്കൂപ്സ്കി, ഇവർക്ക് രണ്ടുപേർക്കാണ് പുരുഷ ഡബിൾസ് കിരീടം കിട്ടിയത്. ഹാരിസന്റെ രാജ്യം അമേരിക്ക, നെയിൽ സ്കൂപ്സ്കി UK നിന്നുള്ള വ്യക്തിയാണ്. പിന്നെ വനിതാ ഡബിൾസിന്റെ കാര്യം പറഞ്ഞു. വനിതാ ഡബിൾസിൽ എലൈസ് മെർട്ടൻസ്, ബെൽജിയം സ്വദേശിയാണ് എലൈസ് മെർട്ടൻസ്. പിന്നെ ഴാങ് ഷുവായ് എന്ന് പറയുമ്പോൾ അത് ചൈനയിൽ നിന്നുള്ള വ്യക്തിയാണ്. പിന്നെ അതിനുശേഷം പറഞ്ഞതാണ് മിക്സഡ് ഡബിൾസ്. 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസ് വിജയിച്ചത് ഒലിവിയ ഗഡക്കി, പിന്നെ അതുപോലെ ജോൺ പീഴ്സ്. ഇവർ രണ്ടുപേർക്കാണ് മിക്സഡ് ഡബിൾസിൽ പുരസ്കാരം കിട്ടിയത്. ഇനി 2025 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളെ പറ്റി നോക്കാം. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ, ഇതിൽ പുരുഷ സിംഗിൾസ് വിജയിയെ പറ്റി നോക്കാം. പുരുഷ സിംഗിൾസ് ജാനിക് സിന്നർ, ഇറ്റലി. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിന്റെ വിജയിയാണ് ജാനിക് സിന്നർ. എങ്കിൽ പുരുഷ സിംഗിൾസിന്റെ കാര്യം പറഞ്ഞാൽ അപ്പോൾ വനിതാ സിംഗിൾ വിജയി മാഡിസൺ കീസ്, അമേരിക്ക. മാഡിസൺ കീസ് അമേരിക്ക. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിന്റെ വിജയി ജാനിക് സിന്നർ, വനിതാ സിംഗിൾസിന്റെ വിജയി മാഡിസൺ കീസ്. എങ്കിൽ പുരുഷ ഡബിൾസിന്റെ കാര്യം നോക്കാം. പുരുഷ ഡബിൾസ് ഇതിന്റെ കാര്യം നോക്കുമ്പം ഹാരി ഹെലിയോവറ, ഇദ്ദേഹത്തിന്റെ രാജ്യം ഫിൻലാൻഡ്. ഇദ്ദേഹത്തിന്റെ രാജ്യം ഫിൻലാൻഡ് ആണ്. ഹെൻറി പാറ്റൻ, ഇദ്ദേഹം UK കാരനാണ്. ഇവിടെ രണ്ട് പുരുഷന്മാരെ പറ്റി പഠിച്ചു വെച്ചിരിക്കണം. ഹാരി ഹെലിയോവാറ ഫിൻലാൻഡ്, ഹെൻറി പാറ്റൻ UK. പുരുഷ ഡബിൾസിന്റെ കാര്യം പറഞ്ഞു. അടുത്തത് വനിതാ ഡബിൾസിന്റെ കാര്യം പറയുമ്പോൾ കാതറീന സിനിയാക്കോവ, ഇവരുടെ രാജ്യം ചെക്ക് റിപ്പബ്ലിക് ആണ്. കാതറീന സിനിയാക്കോവ ഇവരുടെ രാജ്യം. വനിതാ ഡബിളിൽ ഒരാൾ കാതറീന സിനിയാക്കോവ, അടുത്തത് ടെയ്ലർ ടൗൺസെൻഡ്. ടെയ്ലർ ടൗൺസെൻഡിന്റെ രാജ്യം അമേരിക്ക, USA. ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ ഒരേപോലെ പഠിച്ചു വച്ചേക്കണം. പുരുഷ ഡബിൾസിൽ 2025 ഓസ്ട്രേലിയൻ ഓപ്പണിന്റെ പുരുഷ ഡബിൾസിന്റെ വിജയി ഹാരി ഹെലിയോവാറ, ഇദ്ദേഹത്തിന്റെ രാജ്യം ഫിൻലാൻഡ്. ഹെൻറി പാറ്റൻ എന്ന് പറയുമ്പോൾ അത് UK കാരനാണ്. പിന്നെ വനിതാ ഡബിൾസിന്റെ കാര്യം പറഞ്ഞു. കാതറീന സിനിയാക്കോവയുടെ രാജ്യം ചെക്ക് റിപ്പബ്ലിക് ആണ്. കാതറീന സിനിയാക്കോവയുടെ രാജ്യം. പിന്നെ പറഞ്ഞു ടെയ്ലർ ടൗൺസെൻഡ് എന്ന് പറയുമ്പോൾ അത് അമേരിക്കക്കാരിയാണ്. ഇവിടെ പുരുഷ സിംഗിൾ പറഞ്ഞു, വനിതാ സിംഗിൾ പറഞ്ഞു,
പുരുഷ ഡബിൾസ് പറഞ്ഞു, വനിതാ ഡബിൾസ് പറഞ്ഞു. ഇനി ഉള്ളത് മിക്സഡ് ഡബിൾസ് ആണ്. അതിൻ്റെ കാര്യം നോക്കാം. വനിതാ സിംഗിളിൻ്റെ കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. മാഡിസൺ കീസ് ആണ്, അത് അമേരിക്കക്കാരി തന്നെയാണ്. മിക്സഡ് ഡബിൾസ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസിലെ വിജയി ഒലിവിയ ഗഡെക്കി. അതുപോലെ തന്നെ ജോൺ പിയേഴ്സ്. ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയക്കാരാണ്. ഓസ്ട്രേലിയ ചിലപ്പോൾ പരീക്ഷയിൽ ഓസ്ട്രിയ എന്ന് തന്നേക്കാം. ഇത് തെറ്റാണ്, കൊടുക്കരുത്. ഓസ്ട്രേലിയ ഇത് വേണം കൊടുക്കാൻ. ഓസ്ട്രേലിയയാണ് ശരി, ഓസ്ട്രിയ തെറ്റാണ്. ചിലപ്പോൾ അറിയാമല്ലോ, PSC പരീക്ഷയിൽ ചിലപ്പോൾ 1-2 ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി തന്നേക്കാം. പരീക്ഷ എഴുതുന്ന സമയത്ത് ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും കൊടുക്കാൻ വേണ്ടി പോണത്. അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കരുത്, തെറ്റാണ്. ഇത് തന്നെ ക്ലിയർ ആയിട്ട് കൊടുത്തോളാം. ഓസ്ട്രേലിയ. ഒലിവിയ ഗഡെക്കി അതുപോലെ തന്നെ ജോൺ പിയേഴ്സ്, ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയക്കാരാണ്. ഇവിടെ മൊത്തം 5 കാര്യങ്ങളാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ 2025 ബന്ധപ്പെട്ട് നോക്കി വെക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പഠിച്ചു വെച്ചിരിക്കണം. ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന ഈ ഒരു കളി ഇത് തുടങ്ങിയത് 1905 1905 മുതലാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന ആ ഒരു മത്സരം ടൂർണമെൻറ്റ് തുടങ്ങിയത്. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷയ്ക്കാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവം കൂടുതലും ചോദിക്കാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചോളാം. 1905 ഓസ്ട്രേലിയൻ ഓപ്പൺ മത്സരം തുടങ്ങിയിട്ടുള്ളത്. ഇനി അടുത്തത് 2025 ഫ്രഞ്ച് ഓപ്പൺ കിരീടം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. 2025 ഫ്രഞ്ച് ഓപ്പൺ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ 2025 ഫ്രഞ്ച് ഓപ്പണിലെ പുരുഷ സിംഗിൾസ് വിജയിയെ പറ്റി നോക്കാം. പുരുഷ സിംഗിൾസ് വിജയി കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ്. ഇദ്ദേഹത്തിൻ്റെ രാജ്യം സ്പെയിൻ. ഞാൻ നേരത്തെ പറഞ്ഞതാണ് സ്പെയിൻ. കാർലോസ് അൽക്കാരസിൻ്റെ രാജ്യം സ്പെയിനാണ്. എങ്കിൽ വനിതാ സിംഗിൾ വിജയി കോക്കോ ഗഫിൻ്റെ രാജ്യം അമേരിക്ക. ഇവിടെ 2 കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് നോക്കി ചെയ്യണം. പുരുഷ സിംഗിൾ ഫ്രഞ്ച് ഓപ്പൺ 2025 ഫ്രഞ്ച് ഓപ്പണിൻ്റെ പുരുഷ സിംഗിൾ വിജയി കാർലോസ് അൽക്കാരസ്, ഇദ്ദേഹത്തിൻ്റെ രാജ്യം സ്പെയിന്. വനിതാ സിംഗിളിൻ്റെ അതിൻ്റെ കിരീടം നേടിയത് കോക്കോ ഗഫ്, ഇവരുടെ രാജ്യം അമേരിക്ക. സിംഗിൾസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഡബിൾസിൻ്റെ കാര്യം നോക്കാം. പുരുഷ ഡബിൾസ് വിജയി മാർസൽ ഗ്രാനോളേഴ്സ്, ഇദ്ദേഹത്തിൻ്റെ രാജ്യം സ്പെയിൻ. കാർലോസ് അൽക്കാരസിൻ്റെ രാജ്യം സ്പെയിൻ. അതേപോലെ തന്നെ മാർസൽ ഗ്രാനോളേഴ്സ്, ഇദ്ദേഹത്തിൻ്റെ രാജ്യം സ്പെയിനാണ്. പിന്നെ പുരുഷ ഡബിൾസിൻ്റെ കാര്യം പറഞ്ഞാൽ പുരുഷ ഡബിൾസിൽ മാർസൽ ഗ്രാനോളേഴ്സിനോടൊപ്പം തന്നെ ഹൊറാസിയോ സെബാലോസിന് കൂടി കിട്ടിയിട്ടുണ്ട്. ഹൊറാസിയോ, ഇദ്ദേഹത്തിൻ്റെ രാജ്യം അർജന്റീന. പുരുഷ ഡബിൾസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് വനിതാ ഡബിൾസിൻ്റെ കാര്യം നോക്കാം. ഡബിൾസ് സാറ ഇറാനി, അതിനോടൊപ്പം തന്നെ ജാസ്മിൻ പൗലിനി, ഇവർക്ക് 2 പേർക്കാണ് വനിതാ ഡബിൾസിൽ കിരീടം കിട്ടിയിട്ടുള്ളത്. സാറ ഇറാനി അതുപോലെ തന്നെ ജാസ്മിൻ പൗലിനി. സാറ ഇറാനി ഇവരുടെ രാജ്യം ഇറ്റലി. സാറ ഇറാനിയുടെ രാജ്യം ഇറ്റലി. അതുപോലെ തന്നെ
ജാസ്മിൻ്റെ രാജ്യവും ഇറ്റലി തന്നെയാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ രാജ്യവും ഇറ്റലി തന്നെയാണ്. ഇതൊന്ന് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളാം. സാറ ഇറാനി, അതുപോലെ തന്നെ ജാസ്മിൻ പൗലിനി, ഇവരുടെ രണ്ടുപേരുടെ രാജ്യം എന്ന് പറയുമ്പോൾ അതേതാണ്, ഇറ്റലിയാണ്. പുരുഷ സിംഗിൾ, വനിതാ സിംഗിൾ, പുരുഷ ഡബിൾസ്, വനിതാ ഡബിൾസ്. ഇനിയുള്ളത് മിക്സഡ് ഡബിൾസിൻ്റെ കാര്യമാണ്. മിക്സഡ് ഡബിൾസ് 2025 ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസിൻ്റെ വിജയി സാറ ഇറാനി. അതിനോടൊപ്പം തന്നെ ആൻഡ്രിയ പവാസോരി. ഇവരുടെ രണ്ടുപേരുടെയും രാജ്യം ഇറ്റലി. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, അതാ സാറ. ഇത് തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. സാറ ഇറാനി, അതുപോലെ തന്നെ ആൻഡ്രിയ പവാസോരി. ഇവരുടെ രണ്ടുപേരുടെയും രാജ്യം ഇറ്റലിയാണ്. ഇവിടെ മൊത്തം 5 കിരീടങ്ങളെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. പുരുഷ സിംഗിൾസ് നേടിയത് 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾ നേടിയത് കാർലോസ് അൽക്കാരസ് സ്പെയിന്. വനിതാ സിംഗിൾ നേടിയത് കോക്കോ ഗോഫ് അമേരിക്ക. പുരുഷ ഡബിൾസ് കിട്ടിയത് മാർസൽ ഗ്രാനോളേഴ്സ് സ്പെയിന്. ഹൊറാസിയോ സെബാലോസ് അർജന്റീന. വനിതാ ഡബിൾസ് സാറ ഇറാനി, ജാസ്മിൻ പൗലിനി. ഇവർ രണ്ടുപേരും ഇറ്റലിക്കാരാണ്. അതുപോലെ തന്നെ മിക്സഡ് ഡബിൾസിൻ്റെ കാര്യം എടുത്താലും സാറ ഇറാനി, ആൻഡ്രിയ പവാസോരി, ഇവർ രണ്ടുപേരും ഇറ്റലിക്കാരാണ്. അപ്പോൾ ഫ്രഞ്ച് ഓപ്പണുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞു. പിന്നെ ഫ്രഞ്ച് ഓപ്പൺ എന്ന ഒരു മത്സരം തുടങ്ങിയ വർഷം 1891 ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെൻറ്റ് തുടങ്ങിയത്. 1891 ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെൻറ്റ് ആ ഒരു മത്സരം തുടങ്ങിയത്. ഇനി അടുത്തത് വിംബിൾഡൺ, അതിനെപ്പറ്റി നോക്കാം. 2025 വിംബിൾഡൺ. 2025 വിംബിൾഡൺ വനിതാ സിംഗിൾസിൻ്റെ കാര്യം നോക്കാം. വനിതാ സിംഗിൾസ് ഇഗ സ്വിയാതെക്കിൻ്റെ രാജ്യം പോളണ്ട് എന്ന് കേൾക്കുമ്പോൾ ഒരു കാര്യങ്ങൾ ഓർമ്മ വരണത് പോളണ്ടിനെ പറ്റിയൊരു അക്ഷരം മിണ്ടല്ല് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഓർമ്മ വരികയാണ്. പോളണ്ട്. ഇവിടെ പറഞ്ഞുന്ന കാര്യം 2025 വിംബിൾഡൺ ടൂർണമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വനിതാ സിംഗിൾസ് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ഇഗ സിയാടെക്. ഇവരുടെ രാജ്യം പോളണ്ടാണ്. എങ്കിൽ വനിതാ സിംഗിളിൻ്റെ കാര്യം പറഞ്ഞു. എങ്കിൽ പുരുഷ സിംഗിൾസിൻ്റെ കാര്യം നോക്കാം. പുരുഷ സിംഗിൾസ് വിജയിച്ചത് ജാനിക് സിന്നർ ഇറ്റലി. ജാനിക് സിന്നർ ഇറ്റലി. സിംഗിൾസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഡബിൾസിൻ്റെ കാര്യം നോക്കാം. പുരുഷ ഡബിൾസിൻ്റെ കാര്യത്തിൽ ജൂലിയൻ ക്യാഷ്, അതേപോലെ തന്നെ ലോയിഡ് ഗ്ലാസ്പൂൾ. ഇവർക്ക് രണ്ടുപേർക്കാണ് 2025 പുരുഷ ഡബിൾ വിംബിൾഡൺ കിട്ടിയിട്ടുള്ളത്. ജൂലിയൻ ക്യാഷ്, അതേപോലെ തന്നെ ലോയിഡ് ഗ്ലാസ്പൂൾ. ജൂലിയൻ ക്യാഷ് UK, ലോയിഡ് ഗ്ലാസ്പൂൾ ബ്രിട്ടൻ. ഈ രണ്ടും എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കാൻ വേണ്ടി സാധിക്കും. ജൂലിയൻ ക്യാഷ്, ലോയിഡ് ഗ്ലാസ്പൂൾ, UK, ബ്രിട്ടൻ. പിന്നെ പുരുഷ ഡബിൾസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി വനിതാ ഡബിൾസിൻ്റെ കാര്യം നോക്കാം. വനിതാ ഡബിൾസ് വെറോണിക്ക കുഡർമെറ്റോവ. ഇവരുടെ രാജ്യം റഷ്യയാണ്. വെറോണിക്ക കുഡർമെറ്റോവയുടെ രാജ്യം. ഇവരോടൊപ്പം തന്നെ എലീസ് മെർട്ടൻസും കൂടെ ഉണ്ട്. ഈ ഒരു പേര് നേരത്തെ കേട്ടതാണ്, ഓർമ്മേണ്ട. എലീസ് മെർട്ടൻ്റെത് ബെൽജിയമാണ് എലീസ് മെർട്ടൻ്റെ രാജ്യം. ഇവിടെ
ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇനി പഠിച്ചു വയ്ക്കേണ്ടത് 2025 വിംബിൾഡൺ മിക്സഡ് ഡബിൾസിൻ്റെ കാര്യം നോക്കി വയ്ക്കാം. മിക്സഡ് ഡബിൾസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സെം വെർബീക്ക് ജയിച്ചു. അതേപോലെ തന്നെ കാതറീന സിനിയക്കോവയുടെ രാജ്യം നേരത്തെ പറഞ്ഞതാണ് ചെക്ക് റിപ്പബ്ലിക്. സെം വെർബീക്ക് ഇദ്ദേഹത്തിൻ്റെ രാജ്യം നെതർലാൻഡ്സ്. സെം വെർബീക്ക്, കാതറീന സിനിയക്കോവ. ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് 2025 വിംബിൾഡൺ അതുമായി ബന്ധപ്പെട്ട് നോക്കി വെക്കേണ്ടതായിട്ടുള്ളത്. വനിതാ സിംഗിൾസ് ജയിച്ചത് ഇഗ സ്വിയാറ്റെക്, അവരുടെ രാജ്യം പോളണ്ട്. പുരുഷ സിംഗിൾസ് ജയിച്ചത് ജാനിക് സിന്നർ ഇറ്റലി. പുരുഷ ഡബിൾസ് ജൂലിയൻ ക്യാഷ് UK, ലോയിഡ് ഗ്ലാസ്പൂളും ഇവർ രണ്ടും കൂടി ചേർന്നിട്ടാണ് പുരുഷ ഡബിൾസിൽ കിരീടം നേടിയത്. UK, ബ്രിട്ടൻ. പിന്നെ അതുപോലെ തന്നെ വനിതാ ഡബിൾസ് വെറോണിക്ക കുഡർമെറ്റോവ, അതെന്ന് പറയുമ്പോൾ റഷ്യക്കാരിയാണ്. എലേസ് മെർട്ടൻസ്, അത് ബെൽജിയം. പിന്നെ അതുപോലെ തന്നെ സെം വെർബീക്ക് നെതർലാൻഡ്സ്, കാതറീന സിനിയക്കോവ ചെക്ക് റിപ്പബ്ലിക്. ഏറ്റവും കൂടുതൽ പഴക്കം ചെന്ന മത്സരമാണ് വിംബിൾഡൺ മത്സരം. വിംബിൾഡൺ മത്സരം തുടങ്ങിയ വർഷം 1877. 1877 വിംബിൾഡൺ മത്സരം ആരംഭിച്ചത്. ഇത്രയും കാര്യങ്ങൾ വിംബിൾഡനുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി വെച്ചിരിക്കണം. ഇനി അടുത്തത് 2025 US ഓപ്പൺ കിരീടം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. US ഓപ്പൺ. ഇവിടെ 2025 US ഓപ്പണിന്റെ പുരുഷ സിംഗിൾസ് വിജയിച്ചത് കാർലോസ് അൽക്കാരസ്. ഇദ്ദേഹത്തിന്റെ രാജ്യം സ്പെയിൻ. കാർലോസ് അൽക്കാരസ് ഇദ്ദേഹത്തിന്റെ രാജ്യം സ്പെയിൻ ആണ്. എങ്കിൽ വനിതാ സിംഗിൾസ് വിജയിച്ചത് അറീന സബലെങ്കയുടെ രാജ്യം ഏതാണ്? നേരത്തെ കൂടെ പറഞ്ഞതാണ്, ബെലാറസ്. ഇനി അടുത്തത് പുരുഷ ഡബിൾസിന്റെ കാര്യം നോക്കാം. പുരുഷ ഡബിൾസ്. ഇവിടെ പുരുഷ ഡബിൾസിന്റെ കാര്യം എടുക്കുമ്പം 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസിന്റെ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ട? ഫ്രഞ്ച് ഓപ്പണിന്റെ പുരുഷ ഡബിൾസിന്റെ കാര്യം അതിൽ ആരൊക്കെയാണ് ഉള്ളത് വിജയിച്ചത്? മാർസൽ ഗ്രാനോളേഴ്സ്, അതേപോലെ തന്നെ ഹൊറാസിയോ സെബാലോസ്, ഇവരാണ് 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസ് വിജയിച്ചിട്ടുള്ളത്. ഇവർ തന്നെയാണ് 2025 US ഓപ്പണിന്റെ പുരുഷ ഡബിൾസും വിജയികൾ. സെയിം ടു ഏതെല്ലാം 2025 US ഓപ്പൺ പുരുഷ ഡബിൾസ്. ഈ ഒരു കാര്യം നിങ്ങളൊരു ബോക്സ് വരച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 2025 US ഓപ്പൺ പുരുഷ ഡബിൾസ് കിട്ടിയിട്ടുള്ളത് മാർസൽ ഗ്രാനുലേഴ്സും ഹൊറാസിയോ സെബാലോസ്. ഇവർക്ക് തന്നെയാണ് 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ ഡബിൾസും കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കാര്യം രണ്ടിടത്തും സെയിം ആണ്. ഇങ്ങനെ ഒരു ആരോ മാർക്കൊക്കെ വരച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാര്യം പിടികിട്ടും. അടുത്തത് വനിതാ ഡബിൾസിന്റെ കാര്യം നോക്കാം. വനിതാ ഡബിൾസ് 2025 US ഓപ്പൺ 2025 US ഓപ്പൺ വനിതാ ഡബിൾസ് കിട്ടിയത് ഗബ്രിയേല ഡെവറോസ്കിയുടെ രാജ്യം കാനഡ. ഡെബറോസ്കിയുടെ ഒപ്പം കിട്ടിയത് എറിൻ റൂട്ട്ലിഫ്.
എറിൻ റോഡ്ലിഫിൻ്റെ രാജ്യം ന്യൂസിലാൻഡ്. രണ്ട് കാര്യങ്ങളുണ്ട്, ഗബ്രിയേല ഡബ്രോസ്കി അതേപോലെ തന്നെ എറിൻ റൂട്ട്ലിഫ്. ഡബ്രോസ്കിയുടെ രാജ്യം കാനഡ, റൂട്ട്ലിഫിൻ്റെ രാജ്യം ന്യൂസിലാൻഡ്. വനിതാ ഡബിൾസിൻ്റെ കാര്യം പറഞ്ഞു. ഇനി മിക്സഡ് ഡബിൾസിൻ്റെ കാര്യം നോക്കാം. ഇവിടെ 2025 US ഓപ്പൺ മിക്സഡ് ഡബിൾസിൻ്റെ കാര്യത്തിൽ സാറ ഇറാനി അതേപോലെ തന്നെ ആൻഡ്രിയ വവസോരി. സാറ ഇറാനി, ആൻഡ്രിയ വവസോരി. ഇവിടെ ഈ രണ്ട് പേരുകൾ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർമ്മയുണ്ട? ഞാൻ പറഞ്ഞുതരാം. 2025 ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസിന്റെ വിജയികളാണ് സാറ ഇറാനിയും ആൻഡ്രിയ വവസോരിയും. ഇവർ തന്നെയാണ് 2025 US ഓപ്പണിന്റെ മിക്സഡ് ഡബിൾസിലെ വിജയികൾ. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഈക്വലായിട്ട് വരുന്നുണ്ട്. 2025 US ഓപ്പണിന്റെ മിക്സഡ് ഡബിൾസിലെ വിജയികളാണ് സാറ ഇറാനി, ആൻഡ്രിയ വവസോരി. ഇവർ തന്നെയാണ് 2025 ഫ്രഞ്ച് ഓപ്പൺ മിക്സഡ് ഡബിൾസിലെ വിജയികൾ. മിക്സഡ് ഡബിൾസിലെ വിജയികൾ. ഇവിടെ നേരത്തെ ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞല്ലോ, ഫ്രഞ്ച് ഓപ്പണിൻ്റെയും US ഓപ്പണിൻ്റെയും പുരുഷ ഡബിൾസ് സെയിം ആണ് എന്ന് പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഇവിടെയും പഠിച്ചു വച്ചേക്കണം. US ഓപ്പണിൻ്റെയും അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പണിൻ്റെയും മിക്സഡ് ഡബിൾസുകൾ സെയിം ആയിട്ടുള്ള വിജയികളാണ് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വച്ചേക്കണം. പിന്നെ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നോക്കി. പുരുഷ സിംഗിൾസിൻ്റെ കാര്യം കാർലോസ് അൽക്കാരസ് സ്പെയിന്, വനിതാ സിംഗിൾ അരീന സബലേങ്ക ബെലാറസ് രാജ്യം. പിന്നെ പുരുഷ ഡബിൾസിൻ്റെ കാര്യം പറഞ്ഞു, മാർസൽ ഗ്രാനുലോസ്, ഹൊറാസിയോ സെബാലോസ്. ഇവരാണ് പുരുഷ ഡബിൾസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വനിതാ ഡബിൾസിൻ്റെ കാര്യം ഗബ്രിയേല ഡബ്രോസ്കി അതുപോലെ തന്നെ എറിൻ റൂട്ട്ലിഫ്. ഇവർക്ക് രണ്ടുപേർക്കാണ് വനിതാ ഡബിൾസ് ജയിച്ചത്. ഡബ്രോസ്കിയുടെ രാജ്യം കാനഡ, റൂട്ട്ലിഫിൻ്റെ രാജ്യം ന്യൂസിലാൻഡ്. പിന്നെ മിക്സഡ് ഡബിൾസിൻ്റെ കാര്യം എടുത്താൽ 2025 US ഓപ്പൺ മിക്സഡ് ഡബിൾസ് ജയിച്ചിട്ടുള്ളത് സാറ ഇറാനിയും ആൻഡ്രിയ വവസോരിയുമാണ്. ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ US ഓപ്പൺ ഈ ഒരു ടൂർണമെൻറ്റ് തുടങ്ങിയ വർഷം 1881 1881 US ഓപ്പൺ ടൂർണമെൻറ്റ് ആദ്യമായിട്ട് തുടങ്ങിയത് എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് ഓർമ്മയിൽ വെച്ചിരിക്കണം. ടെന്നീസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഇനി എന്താണ് ഓപ്പൺ എറ എന്നുള്ളത് നോക്കാം. ഓപ്പൺ എറ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1968 ടെന്നീസ് ഗ്രാൻഡ് സ്ലാമിൽ ടെന്നീസിലെ അമച്വർ താരങ്ങളും ടെന്നീസിലെ പ്രൊഫഷണൽ താരങ്ങളും പങ്കെടുത്തു തുടങ്ങി. അതിനെയാണ് ഓപ്പൺ എറ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രാൻഡ് സ്ലാമിൽ ടെന്നീസിലെ പ്രൊഫഷണൽ താരങ്ങളും ടെന്നീസിലെ അമച്വർ താരങ്ങളും പങ്കെടുത്തു തുടങ്ങി. അതിനെയാണ് ടെന്നീസിലെ ഓപ്പൺ എറ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ഒന്ന് രണ്ട് പുസ്തകങ്ങളുടെ കാര്യം പഠിച്ചു വച്ചിരിക്കണം. നോവാക് ജോക്കോവിച്ച്, അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സെർവ് ടു വിൻ. നോവാക് ജോക്കോവിച്ച് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സെർവ് ടു വിൻ. എങ്കിൽ സാനിയ മിർസയുടെ ആത്മകഥ എന്താണ്? അതിൻ്റെ ആൻസർ ഏസ് എഗെയിൻസ്റ്റ് ഓഡ്സ്. സാനിയ മിർസ എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ ടെന്നീസ് താരമാണ്. പ്ലേയിങ് ഇറ്റ് മൈ വേ അതാരുടെ പുസ്തകമാണ്? പ്ലേയിങ് ഇറ്റ് മൈ വേ സച്ചിൻ ടെണ്ടുൽക്കർ. പ്ലേയിങ് ഇറ്റ് മൈ വേ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പുസ്തകമാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. എങ്കിൽ റഫേൽ നദാലിൻ്റെ പുസ്തകമാണ് റഫേൽ നദാൽ. ഇദ്ദേഹത്തിൻ്റെ പുസ്തകം റഫ മൈ സ്റ്റോറി. റഫേൽ നദാൽ ഇദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് റഫ മൈ സ്റ്റോറി. ഈ 4 കാര്യങ്ങൾ ഒരു ബോക്സിൽ വരച്ചിട്ട് പഠിച്ചോളണം. 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആണിത്.
ഡേവിസ് കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കപ്പുകളെ പറ്റി ചോദിക്കാറുണ്ട് PSC പരീക്ഷകളിൽ. ഡേവിസ് കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ഡേവിസ് കപ്പ് ടെന്നീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഹോപ്പ്മാൻ കപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡേവിസ് കപ്പ്, ഹോപ്പ്മാൻ കപ്പ് എന്നിവ ടെന്നീസുമായി ബന്ധപ്പെട്ട കപ്പുകളാണ്. എങ്കിൽ സന്തോഷ് ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. സന്തോഷ് ട്രോഫി ഫുട്ബോൾ. അതേപോലെ തന്നെ രഞ്ജി ട്രോഫി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രഞ്ജി ട്രോഫി ക്രിക്കറ്റ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ്. സന്തോഷ് ട്രോഫി ഫുട്ബോൾ. ഹോപ്പ്മാൻ കപ്പ് ഡേവിസ് കപ്പ് ടെന്നീസ്. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ കപ്പാണ് ഡ്യൂറൻഡ് കപ്പ്. ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോൾ. നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ കപ്പാണ് ഡ്യൂറൻഡ് കപ്പ്. എങ്കിൽ ഊബർ കപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വനിതാ ബാഡ്മിൻ്റൺ. അതുമായി ബന്ധപ്പെട്ടതാണ് യൂബർ കപ്പ്. എങ്കിൽ പുരുഷ ബാഡ്മിൻ്റനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കപ്പ് പറയാമോ? പുരുഷ ബാഡ്മിൻ്റൺ തോമസ് കപ്പ്. ഇവിടെ പുരുഷ ബാഡ്മിൻ്റൺ ഉണ്ട്, വനിതാ ബാഡ്മിൻ്റൺ ഉണ്ട്. ഇതിൽ വനിതാ ബാഡ്മിൻ്റൺ അതുമായി ബന്ധപ്പെട്ട കപ്പാണ് യൂബർ കപ്പ്. എങ്കിൽ പുരുഷ ബാഡ്മിൻ്റൺ അതുമായി ബന്ധപ്പെട്ടതാണ് തോമസ് കപ്പ്. പിന്നെ അതുപോലെ തന്നെ ഗ്രാൻഡ് സ്ലാമിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ളത് US ഓപ്പണിനാണ്. US ഓപ്പൺ ടൂർണമെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ സമ്മാനത്തുക ഉള്ളത്. റോളണ്ട് ഗാരോസ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് ഓപ്പൺ ടൂർണമെൻ്റ് ആണ്. ഫ്രഞ്ച് ഓപ്പൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റോളണ്ട് ഗാരോസ്. എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത് ഏതിനാണ്? ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്നത് ഏതിനാണ്? US ഓപ്പണിനാണ്. ഇവിടെ ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ ഇനി അടുത്തത് ഇന്ത്യൻ താരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യം നോക്കാം. അതിന് മുമ്പായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് പോവാം. സെർവ് ടു വിൻ നൊവാക് ജോക്കോവിച്ച്, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ബുക്സാണ് പുസ്തകങ്ങൾ. പിന്നെ ഏസ് അഗെയിൻസ്റ്റ് ഓഡ്സ് സാനിയ മിർസ, പ്ലേയിങ് ഇറ്റ് മൈ വേ സച്ചിൻ ടെണ്ടുൽക്കർ, റാഫേൽ നദാൽ റഫ മൈ സ്റ്റോറി. പിന്നെ ഡേവിസ് കപ്പ് ടെന്നീസ്, ഹോപ്പ്മാൻ കപ്പ് ടെന്നീസ്, രഞ്ജി ട്രോഫി ക്രിക്കറ്റ്, സന്തോഷ് ട്രോഫി ഫുട്ബോൾ. ഏഷ്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ കപ്പാണ് ഡ്യൂറൻഡ് കപ്പ്. അത് ഏതാണ്? ഫുട്ബോൾ കപ്പാണ്. പിന്നെ പറഞ്ഞു ഫ്രഞ്ച് ഓപ്പൺ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റോളണ്ട് ഗാരോസ്. പിന്നെ ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്നത് ഏതിനാണ്? US ഓപ്പണിനാണ്. ഈ ഗ്രാൻഡ് സ്ലാമിൽ US ഓപ്പണിനാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടുന്നത്. തോമസ് കപ്പ് പുരുഷ ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ട കപ്പാണ് തോമസ് കപ്പ്. എങ്കിൽ വനിതാ ബാഡ്മിൻ്റനുമായിട്ട് ബന്ധപ്പെട്ട കപ്പാണ് യൂബർ കപ്പ്. ഗ്രാൻഡ് സ്ലാമുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യക്കാരെ പറ്റി നോക്കാം. ഗ്രാൻഡ് സ്ലാം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വ്യക്തി മഹേഷ് ഭൂപതി. 1997 ഇദ്ദേഹം പങ്കെടുത്ത മത്സരം ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പൺ 1997 ഫ്രഞ്ച് ഓപ്പണിലാണ് മഹേഷ് ഭൂപതി അദ്ദേഹം കിരീടം നേടിയത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ ആകെ 12 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. 12 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ മഹേഷ് ഭൂപതി അദ്ദേഹം നേടിയിട്ടുണ്ട്. പിന്നെ അടുത്ത പഠിച്ചിരിക്കേണ്ടത് ലിയാണ്ടർ പേസ്. ഇദ്ദേഹത്തിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ഇന്ത്യക്കാരൻ, ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ഇന്ത്യക്കാരനാണ് ലിയാണ്ടർ പേസ്.
18 കിരീടങ്ങൾ 18 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് ലിയൻഡർ പേസ് ഇദ്ദേഹം നേടിയിട്ടുള്ളത്. അടുത്തത് സാനിയ മിർസ. സാനിയ മിർസ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് വെച്ചോളണം. ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരി അഥവാ ഇന്ത്യൻ വനിത. ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത, ഫസ്റ്റ് ഇന്ത്യൻ വനിത ഇതാണ് സാനിയ മിർസ. ഈ ഒരു കാര്യം ചുവപ്പുപൊശി പേനുകൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളാം. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നൊക്കെ പറയുന്ന ആ ഒരു ടോപ്പിക്ക് PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ്. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചോളാം. ആദ്യത്തെ ഇന്ത്യൻ വനിത അല്ലെങ്കിൽ ആദ്യത്തെ വ്യക്തി എന്നൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ അഡീഷണൽ ആയിട്ട് എപ്പോഴും PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചോളാം. സാനിയ മിർസ ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത. പിന്നെ അതിനുശേഷം പഠിച്ചു വയ്ക്കേണ്ടത് രോഹൻ ബൊപ്പണ്ണ. ഇദ്ദേഹം 2017 അതേപോലെ തന്നെ 2024 കിരീടം നേടിയിട്ടുണ്ട്. ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് രോഹൻ ബൊപ്പണ്ണ. ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസിലാണ് 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിലാണ് ഇദ്ദേഹത്തിന് കിരീടം കിട്ടിയിട്ടുള്ളത്. ഈ 4 വ്യക്തികൾ ഇവിടെ തന്നിട്ടുള്ള 4 വ്യക്തികളുടെ കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. അതുപോലെ തന്നെ ടെന്നീസിൻ്റെ ചരിത്രം പറഞ്ഞു, എന്താണ് കലണ്ടർ ഗ്രാൻഡ് സ്ലാം എന്നുള്ള കാര്യം പറഞ്ഞു, 2026 കാര്യം പറഞ്ഞു, 2025 കറണ്ട് അഫയേഴ്സ് അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യം പറഞ്ഞു. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പുസ്തകത്തിൽ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കണം. അതിനോടൊപ്പം തന്നെ ചുവപ്പുപൊശി പേനോണ്ട് അടയാളപ്പെടുത്താൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ കൃത്യമായിട്ട് ചുവപ്പുപൊശി പേനോണ്ട് അടയാളപ്പെടുത്തി വച്ച് പഠിക്കണം. അതിനോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ അതുപോലെ തന്നെ ഫ്രഞ്ച് ഓപ്പൺ ഇതൊക്കെ ഒരു ബോക്സ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ എൻ്റെ സബ്സ്ക്രൈബർ അല്ലാത്ത ഒരാൾ കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. എങ്കിലേ ഇനി എൻ്റെ ഇതിനകത്തെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ ഈ വീഡിയോയ്ക്ക് കൃത്യമായിട്ടുള്ള കമൻ്റ് ഇടുക. കമൻ്റ് ഇട്ടാൽ മാത്രമേ ഈ വീഡിയോ ആർക്കൊക്കെ ഉപകരിച്ചു എന്നുള്ളത് എനിക്ക് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നവർ ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് കമൻ്റ് ഇട്ടാൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കമൻ്റ് ഇടുക. ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനെപ്പറ്റിയുള്ള കണ്ടൻറ്റ് ഞാൻ സെറ്റ് ചെയ്ത് തരാം. T20 ക്രിക്കറ്റ് അതുമായി ബന്ധപ്പെട്ട ഒരാൾ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും അതിനെപ്പറ്റി ഞാൻ വീഡിയോ സെറ്റ് ചെയ്ത് തരാം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, ബൈ.